നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ഭൂമിയുടെ അടിസ്ഥാന വില കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടവർക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായെന്നും ആക്ഷേപം. ഗുരുവായൂർ ബയോപാർക്കിൽ വികലമായ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് ഉപവാസം. പ്രതിമ മാറ്റി സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ്. കോൺഗ്രസ് പുറത്താക്കിയ മുൻ DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് CPM-ൽ ചേർന്നു. ചില കോൺഗ്രസ് നേതാക്കൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് യതീന്ദ്രദാസ്. എരുമപ്പെട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായി കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യമാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ജില്ലയിൽ പരക്കെ മഴ. ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളിലേക്ക്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ഭൂമിയുടെ അടിസ്ഥാന വില കിട്ടിയില്ലെന്ന് പരാതി. ആളുകൾക്ക് നോട്ടീസ് നൽകി തെറ്റിദ്ധരിപ്പിച്ച് അധികൃതർ യോഗം വിളിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധമുയർന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തത് വാക്കുതർക്കത്തിനും ഇടയാക്കി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റധികാരികൾക്കും ഇതേക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ സാധിച്ചില്ല. ഏറ്റെടുത്ത സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാതെ പ്രഹസന യോഗം നടത്തിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. തർക്കമില്ലാതെ ഉദ്ഘാടനം നടത്തിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർക്കെതിരെ CPM നേതാക്കൾ കയ്യേറ്റ ശ്രമം നടത്തിയതായി ആരോപണമുണ്ട്. ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന മറയ്ക്കാൻ വേണ്ടിയാണ് കയ്യേറ്റ ശ്രമമെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മുജീബ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനേങ്ങാട് എന്നിവർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ഭൂമി വിട്ട് ആളുകൾക്ക് വാഗ്ദാനം നൽകിയ തുക നൽകിയില്ലെന്നാരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ പോലീസ് തടഞ്ഞു. നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂ ഉടമകളെ പണം നൽകാതെ LDF സർക്കാരും AC മൊയ്തീൻ MLA-യും വഞ്ചിച്ചുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കൊട്ടിഘോഷിച്ച് ഈ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടന മാമാങ്കം ഇവിടെ നടത്തുമ്പോൾ 200ഓളം പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറവനേങ്ങാട്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചിറവനേങ്ങാട്, ജസീർ ചിറവനേങ്ങാട്, അക്ഷയ് വെള്ളറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം ആരംഭിച്ച ഉപവാസം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ഭരണാധികാരികളുടെ മനസ്സിൽ ഗാന്ധിജി ഇല്ലാത്തതിനാലാണ് പ്രതിമ വികലമായതെന്ന് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R. ബിബികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ KPA റഷീദ്, VK സുജിത്, BV ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഗാന്ധിയനും മുൻ MP-യുമായ C. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, തോമസ് ചിറമൽ, VK വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ബയോപാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് അറിയിച്ചു. കുറഞ്ഞ ദിവസം കൊണ്ട് നിർമ്മിച്ച ശില്പമാണ് അനാച്ഛാദനം ചെയ്തത്. നിലവിലെ രീതിയിലുള്ള പ്രതിമ നിർമ്മിക്കാനല്ല നഗരസഭ ഉദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യം ശില്പിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
ശില്പത്തിന്റെ ബാക്കി പണികൾ ഉടൻ ആരംഭിക്കും. ഗാന്ധി പ്രതിമ മനോഹരമാക്കി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് CPM-ൽ ചേർന്നു. CPM ഏരിയ സെക്രട്ടറി T. ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, മാലിക്കുളം അബ്ബാസ് എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും പൂട്ടുചോർത്തലുമാണ് എന്ന് യതീന്ദ്രദാസ് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് യതീന്ദ്രദാസിനെ DCC നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഗുരുവായൂർ മണ്ഡലത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളിലും തെറ്റായ പ്രവണതകളും പ്രതിസന്ധികളും വന്നപ്പോൾ അതൊന്നും പരിഹരിക്കാതെ DCC നേതൃത്വം പ്രശ്നം സങ്കീർണമാക്കിയെന്ന് യതീന്ദ്രദാസ് ആരോപിച്ചു. കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി തൃശൂർ DCC പ്രസിഡന്റ് ശ്രീ ടാജറ്റ് എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കത്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിനാധാരമായ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അപകീർത്തികരമായി പ്രചരണം നടത്തിയെന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട പോസ്റ്റ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജില്ലാ നേതാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവർ മക്കൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് എന്നെ പുറത്താക്കിയത്. അതുപോലെ തന്നെ എനിക്ക് അതേ തുടർന്ന് ഇന്നലെ വരെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അന്വേഷണവും എന്നോടുണ്ടായിട്ടില്ല. കഴിഞ്ഞ 50 കൊല്ലക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എന്താ പറയുക, അത്രയും അധികം ഉറച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരൻ എന്നതുകൊണ്ട് തന്നെ എൻ്റെ കടമകൾ നിർവഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായിക മന്ത്രി. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജിയുടെ തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോയി സംസാരിച്ചത് പ്രകോപനം സൃഷ്ടിച്ചു. മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം MLA AC മൊയ്തീനും ക്യാമറകൾ തള്ളിമാറ്റി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായികമന്ത്രി V. അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനമുണ്ടാക്കിയത്. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ കോ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയായിരുന്നു. മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരോട് കുന്നംകുളം MLA AC മൊയ്തീൻ കയർത്ത് സംസാരിച്ചു. തുടർന്ന് പാർട്ടി പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. നേരത്തെയും മെസ്സി വരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കായികമന്ത്രി മാധ്യമ പ്രവർത്തകരോട് കയർത്തിരുന്നു. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പോലീസ് കയ്യേറ്റം ചെയ്യുന്നത്? അല്ല, സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തിയോടില്ല സാർ. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദവും മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവുമാണ് കനത്ത മഴയ്ക്ക് കാരണം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മോന്ത ചുഴലിക്കാറ്റായി മാറുമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനം പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഷഷ്ടി ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി എഴുന്നള്ളിപ്പ് അടക്കമുള്ള ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചു. ഷഷ്ടിയോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളും ശൂലഘോഷയാത്ര അടക്കമുള്ള ആചാരച്ചടങ്ങുകളും നടന്നു. അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ ആഘോഷ പരിപാടിയുടെ ദിവസം നിശ്ചയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടി മഹോത്സവം മാറ്റിവെച്ചു. പങ്കെടുക്കുന്ന 9 സംഘങ്ങളുടെ അഭിഷേക കാവടി ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും ആചാരം നടത്തി പിരിഞ്ഞു പോകാനുമാണ് തീരുമാനം. ഷഷ്ടി മഹോത്സവം നവംബർ 3 നടത്തുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് രാഘവൻ, സെക്രട്ടറി ദേവദാസ്, ട്രഷറർ ശിവദാസൻ എന്നിവർ അറിയിച്ചു.
തളിക്കുളത്ത് ഗ്രൗണ്ടിൽ ഓടുന്നതിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ 22 വയസ്സുള്ള ആദിത്യയാണ് മരിച്ചത്. തളിക്കുളം GVHSS സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. പോലീസിൽ ജോലി നേടുന്നതിനായുള്ള പരിശീലനത്തിനിടയിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അക്രമികൾ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകളുണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായ നിലയിലാണ്. അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുദർശനെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കടപ്പുറം മുനക്കക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. തളിക്കുളം ഇഷ്താക്കരി വീട്ടിൽ 58 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് വീഴുകയായിരുന്നു. ദേശീയപാത കുട്ടനല്ലൂരിൽ പോലീസ് വാഹനം നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു പൗലോസ്, ഡ്രൈവർ പത്മകുമാർ എന്നിവർക്ക് പരിക്കേറ്റു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ നാട്യഞ്ചിറയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെയും കാറിന്റെയും മുൻഭാഗങ്ങൾ ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പാലപ്പള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. പാലപ്പള്ളി പുതുക്കാട് റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ വെള്ളാരംപാടം സ്വദേശി പേരകത്ത് വീട്ടിൽ പങ്കജാക്ഷന്റെ ഭാര്യ സജിതയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സജിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു അപകടം. ടാപ്പിംഗ് കഴിഞ്ഞ് സ്കൂട്ടറിനുള്ളിൽ വെച്ചിരുന്ന ഭക്ഷണം എടുക്കുന്നതിനിടെ റബ്ബർ മരത്തിന്റെ ചില്ലകൾ സജിതയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുല്ലശ്ശേരി സ്വദേശിയായ യുവാവ് മരിച്ചു. മുല്ലശ്ശേരി കുറ്റിപ്പുറത്ത് ഗോപിയുടെ മകൻ 33 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. മനക്കുടി കപ്പേളയ്ക്ക് സമീപം കാഞ്ഞാണിയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന കാർ അതേ ദിശയിൽ മുന്നിൽ പോയിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും സ്കൂട്ടർ എതിരെ വന്ന മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. സാരമായി പരിക്കേറ്റ വിഷ്ണു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54,61 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. ഇതിനോട് ബന്ധപ്പെട്ട് പന്നിത്തടം സെൻട്രലിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് MLA പറഞ്ഞു. ചില കോൺഗ്രസുകാർ വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അനാവശ്യമായി ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും MLA പറഞ്ഞു. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചെവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിലെ റോഡുകൾ വെള്ളക്കെട്ടിലായി. പുന്ന, പേരകം, മണത്തല, തിരുവത്ര, അത്താണി, കറുകമാട്, വട്ടേക്കാട്, തെക്കൻ പാലയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മണത്തലയിൽ ചില കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. രാജ്യത്തിന് സംസ്ഥാന കായിക മേഖല നൽകുന്ന മഹത്തായ സംഭാവനയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുന്നിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എടക്കടിയൂർ 4-ാം കല്ല് ബീച്ചിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, AK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കായിക മേഖല രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു പദ്ധതിയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ളത്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലായിട്ടില്ല.
അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ KN നിഭേഷിനെ പൊതുവേദികളിൽ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും CPM പ്രാദേശിക നേതാക്കളുടെയും നടപടിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു. എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും വാർത്ത നൽകിയതിനെ തുടർന്നാണ് ഗ്രൗണ്ട് ഉദ്ഘാടന വേദിയിൽ വെച്ച് നേതാക്കൾ നിഭേഷിനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിനു മുൻപും അധിക്ഷേപവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുവാൻ CPM നേതാക്കൾ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MK ജോസ്, NK കബീർ, MC അയ്ജു എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. മതിലകം പഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ വിപുലമായിട്ടുള്ള സംവിധാനത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും ഈ സംവിധാനത്തെ എതിർത്ത വലതുപക്ഷം പല ഘട്ടങ്ങളായി ഇതിനെ തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് ഇന്ന് കേരളത്തെ ദേശീയ തലത്തിലേക്ക് രാജ്യാന്തര തലത്തിലേക്ക് തന്നെ മാറ്റിമറിക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു മാറ്റം എന്നുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിൽ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. മുപ്ലിയം മുറ്റാലി വീട്ടിൽ കേശവന്റെ ഭാര്യ 63 വയസ്സുള്ള ശോഭനയാണ് മരിച്ചത്. തുറവിലുള്ള മകളുടെ വീട്ടിലേക്ക് പോകാൻ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. പുതുക്കാട് തെക്കേത്തുറവിലെ മോസ്കോ നഗറിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വൈദ്യുതി കമ്പിയിൽ വീണതോടെ 2 പോസ്റ്റുകൾ ഒടിയുകയായിരുന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു. നാട്ടുകാർ ചേർന്ന് തെങ്ങ് മുറിച്ചുമാറ്റി. പുതുക്കാട് നിന്ന് KSEB അധികൃതരെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്തിക്കാട് സെന്റർ മുതൽ പുത്തൻപടിക മുറ്റിച്ചൂർ റോഡ് വരെയുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കനത്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. കാനകൾ അടഞ്ഞു കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും എത്രയും വേഗം കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിന്റെ തെരുവിലുണ്ടൊരു കലാകാരി. പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രതിഭാസ്പർശം മാത്രമാണ് ഇവരുടെ സമ്പത്ത്. ഭർത്താവുമായി പിണങ്ങി 14 വർഷം മുൻപാണ് കയ്പമംഗലം സ്വദേശിനി ശാന്ത ക്ഷേത്രനഗരിയിലെത്തുന്നത്. പകൽ സമയത്ത് നടപ്പാതയിലിരുന്ന് ചിത്രം വരയ്ക്കുകയും പൂമാല കെട്ടുകയും കരകൗശല വസ്തുക്കൾ നെയ്തെടുക്കുകയും ചെയ്യും. ആവശ്യക്കാർ മോഹവിലയിലൂടെ അവ സ്വന്തമാക്കുമ്പോൾ പട്ടിണിയില്ലാതെ കഴിയുന്നു. കടത്തിണ്ണയിൽ അന്തിയുറക്കം. മനം വിങ്ങുമ്പോൾ നടപ്പാതയിലിരുന്നു പാടും. സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു വീട്ടമ്മയുടെ മനോവിഷമങ്ങളാണ് തെരുവിൽ സ്വരരാഗമായി ഒഴുകുന്നത്. പാട്ടുകേട്ട് ഒത്തിരി പേർ ആരാധകരായുണ്ട്. ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാത്തവർ ചെറുപ്പം മുതൽ റേഡിയോയിലെയും TV-യിലെയും പാട്ടിനൊപ്പം മൂളിയാണ് ഗായികയായത്. ഹിന്ദി തമിഴ് ഗാനങ്ങളോട് കൂട്ടുകൂടാൻ സ്വന്തമായൊരു മൊബൈൽ ഫോൺ വേണമെന്നാണ് ആഗ്രഹം. ഈ പാട്ട് പഠിച്ചത് റേഡിയോയിലും നാടൻ പാട്ടിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പഠിക്കാന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതവും പഠിച്ചിട്ടില്ല. പിന്നെ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വലിയൊരു അവസ്ഥയിലെത്തിയാണ്. അങ്ങനെ പഠിക്കാനുള്ളൊരു കാലമൊന്നും അല്ലായിരുന്നു അന്ന്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒക്കെ പാട്ടുണ്ടി കാലമാണ്. പക്ഷെ പഠിക്കണ ഒരു അവസ്ഥയിൽ വന്നാൽ നമുക്ക് പഠിച്ചെടുക്കാന്ന് മാത്രം. അതിന് ഒരു ഫോണും ഇല്ല. പാട്ടുകെട്ട് വ്ളോഗർമാർ തേടിയെത്താൻ തുടങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ശാന്ത. എന്നാൽ ഇതൊന്നും അറിയാതെ തലചായ്ക്കാൻ ഒരു കൂരയും വയറു നിറയെ ഭക്ഷണവും സ്വപ്നം കണ്ട് ജീവിതം സംഗീത സാന്ദ്രമാക്കുകയാണ് ഈ കലാകാരി. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ, എന്നെനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ, എന്നെനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. TCV ന്യൂസ്, ഗുരുവായൂർ. തിരിച്ചു കെട്ടിയോ
വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, DMO ഡോക്ടർ ബീനാകുമാരി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK മുകുന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിദ്യാലയങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളായെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്മല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാന്തരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണക്കാരുടെ മക്കൾ എന്ന ആശയം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട MLA. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതോടൊപ്പം പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയത്തിന് കൂടി ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ വാഗ്ദാനം നൽകി. കേരളത്തിൽ കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കുന്നംകുളം മാറിയിട്ടുണ്ട്. സ്പോർട്സ് ഡിവിഷൻ ആരംഭിച്ചതോടുകൂടി കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വൻ കുതിപ്പാണ് കുന്നംകുളത്തോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലക്കും ഉണ്ടായിട്ടുള്ളത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു. തൃശ്ശൂരിലെ കായിക പ്രേമികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ മാറും. ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നതാണ് സർക്കാരിന്റെ പദ്ധതി. ഇതിലൂടെ മികച്ച കായിക താരങ്ങൾക്ക് ഉയർന്നു വരാനാകും. കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായി കുന്നംകുളം മാറി. സ്പോർട്സ് ഡിവിഷൻ അനുവദിച്ചതോടുകൂടി കായിക രംഗത്ത് വലിയ കുതിപ്പാണ് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. IM വിജയന്റെ പേരിൽ 50 കോടി രൂപ ചെലവഴിച്ച് തൃശൂർ ലാലൂരിൽ നിർമ്മിച്ച സ്റ്റേഡിയം കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. അന്നമനട പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും 1 കോടി രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 1.58 കോടി രൂപയാണ് പുതിയ കെട്ടിട സമുച്ചയത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷയായിരുന്നു.
ചാലക്കുടി കുഴപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. പാൽക്കുടം എഴുന്നള്ളിപ്പ്, അഭിഷേകങ്ങൾ, പ്രസാദഊട്ട് എന്നീ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പൂജകൾക്ക് മേൽശാന്തി കെ ബാബുലാൽ കാർമ്മികനായി. പാൽക്കുടം എഴുന്നള്ളിപ്പിന് ശേഷം തങ്കത്തേരുമായി ഭക്തജനങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. സെക്രട്ടറി AT ബാബു, KG സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓട്ടോറിക്ഷകൾ ബ്രേക്ക് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ വീണ്ടും ഫിറ്റ്നസിന് പോകുമ്പോൾ ഇൻസ്പെക്ഷൻ ഫീസായി 400 രൂപ അടയ്ക്കണമെന്ന തീരുമാനം പിൻവലിക്കണമെന്ന് സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കസ്തൂരി ദേവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി L. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. KS ജോഷി, രാഹുൽ വി നായർ, PM അബ്ദുൽ ഖാദർ, രാഘവൻ മുളങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാം, LC പോൾ, ഷീല പണിക്കശ്ശേരി, കൌൺസിലർ KR ജയത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഭരണകൂടം എങ്ങനെ ഇതിനെ മറികടക്കാമെന്നാണ് തീരുമാനിച്ചത്. അവിടെയാണ് ഏറെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല. മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാനകരയായ മുടിയേറ്റിന് കൊടുങ്ങല്ലൂർ വേദിയായി. ഇരുളിന് വർണ്ണഭംഗി പകർന്ന അഗ്നിയുടെ നിഴലിൽ നിറഞ്ഞാടിയ മുടിയേറ്റ് കാഴ്ചക്കാരിൽ അത്ഭുതം നിറച്ചു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മുടിയേറ്റ് പുതിയ തലമുറയ്ക്ക് ദൃശ്യാനുഭവവും പഴയ തലമുറയ്ക്ക് ഗൃഹാതുരതയുടെ രാവും സമ്മാനിച്ചു. കാളി ദാരിക യുദ്ധം പ്രമേയമായുള്ള മുടിയേറ്റിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഇരുളിന് ചന്തം പകരുന്ന അഗ്നിയാണ്. മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും കൊണ്ട് സമ്പന്നമായ മുടിയേറ്റ് കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്ന കലാ TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വട്ടേക്കാട് PK മൊയ്തുണ്ണി ഹാജി മെമ്മോറിയൽ UP സ്കൂളിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, അംഗം AV അബ്ദുൽ ഗഫൂർ, ഹെഡ് മിസ്സസ് ജൂലി തുടങ്ങിയവർ പങ്കെടുത്തു.
എറിയാട് പഞ്ചായത്തിന്റെ 20 വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള പഞ്ചായത്ത് തല സെമിനാർ എറിയാട് നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട്, അഴീക്കോട് മണ്ഡലങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, നിയോജക മണ്ഡലം കോർഡിനേറ്റർ TM കുഞ്ഞുമൊയ്തീൻ, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് PK മുഹമ്മദ്, അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM സാദത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ഭൂമിയുടെ അടിസ്ഥാന വില കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടവർക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്നും ആക്ഷേപം. ഗുരുവായൂർ ബയോ പാർക്കിൽ വികലമായ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് ഉപവാസം. പ്രതിമ മാറ്റി സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്. കോൺഗ്രസ് പുറത്താക്കിയ മുൻ DCC ജനറൽ സെക്രട്ടറി P യതീന്ദ്രദാസ് CPM-ൽ ചേർന്നു. ചില കോൺഗ്രസ് നേതാക്കൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് യതീന്ദ്രദാസ്. എരുമപ്പെട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായി കായികമന്ത്രി V അബ്ദുറഹ്മാൻ. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യമാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ജില്ലയിൽ പരക്കെ മഴ, ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.